ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. റമദാൻ വ്രതാരംഭത്തിന് തുടക്കം. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. രാവും പകലും പ്രാർത്ഥനാ നിർഭരമാകുന്ന പുണ്യദിനങ്ങൾ. പകൽ മുഴുവൻ ഭക്ഷണം ഉപേക്ഷിച്ച് മനസ്സും ശരീരവും അള്ളാഹുവിന് സമർപ്പിക്കുന്ന രാപ്പകലുകൾ. വിശ്വാസികൾക്ക് ആഹ്ലാദമായി പുണ്യ റമദാൻ പിറന്നു. പ്രപഞ്ചനാഥന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന സന്തോഷത്തിന്റെ രാപ്പകലുകളാണ് ഇനിയുള്ള ഓരോ ദിനങ്ങളും. വിശുദ്ധ റമദാനെ വരവേൽക്കാനായി മസ്ജിദുകളും തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു മാസക്കാലം വിശ്വാസികൾ പകൽ മുഴുവൻ ഭക്ഷണവും വെള്ളവും വെടിഞ്ഞ് നോമ്പ് നോക്കുകയും കണ്ണും നാവും ചെവിയുമെല്ലാം അരുതായ്മകളിൽ നിന്ന് അടർത്തിയെടുത്ത് ദൈവത്തിൽ മാത്രം മനസ്സർപ്പിക്കും. ആ മാസത്തിന്റെ പുണ്യം ആവോളം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാവും ഇനി ഓരോ വിശ്വാസിയും. بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان. സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ റമദാനിൽ ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് റംസാനിൽ ഏറെ പ്രാധാന്യം നൽകുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ജീവിതത്തിൽ കിട്ടുന്ന അനർഘമായ നിമിഷങ്ങളിൽ, മാസങ്ങളിൽ, ദിനരാത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റമദാനു ശരീഫ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഈ റമദാനു ഷരീഫിനെ 3 പാർട്ടുകളായിക്കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അവ്വലുഹു റഹ്മ വ ഔസത്തുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10, രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെ 10, മൂന്നാമത്തെ 10 ഇത്ഖും മിനന്നാർ നരകമോചനത്തിൻ്റെ 10. ഈ ആദ്യ 10 നാം ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ട, പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ റുഹംനി യാ അർഹമർ റഹീമീൻ. കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനായ അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചായിട്ട് കാണാം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഹ്. ഭൂമിയിലെ സൃഷ്ടി ചരാചരങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമെങ്കിൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കരുണ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ 10 ഏറ്റവും കൂടുതൽ കരുണ ചോദിച്ച് മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്നവരായിക്കൊണ്ട് നാം മാറണം. സ്വാന്തന പ്രവർത്തനങ്ങളിലൂടെ, അതുപോലെ വിശുദ്ധമായ ഖുർആനിലൂടെ, തസ്ബീഹിലൂടെ, തഹ്മീദിലൂടെ, തഹ്ലീലിലൂടെ, സ്വലാത്തിലൂടെ നാം ഈ വിശുദ്ധമായ റമദാനു ശരീഫിന് സുഹൃതങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാന 10 ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമായ രാവുകളാണ്. ഇതിൽ അവസാനത്തെ 10 പവിത്രമാക്കപ്പെട്ടതും 1000 മാസത്തേക്കാൾ പുണ്യകരവുമായ രാവാണ് ലൈലത്തുൽ ഖദർ. ഖുർആൻ അവതരിപ്പിച്ചുവെന്നതാണ് ഈ രാവിന്റെ പ്രത്യേകത. രാത്രിയിലെ തറാവീഹ് നമസ്കാരവും ഇഫ്താർ വിരുന്നുകളിലെ സൗഹൃദ സംഗമങ്ങളിലുമെല്ലാമായി ഓരോ വിശ്വാസിയും ഇനി പ്രാർത്ഥനയുടെ തിരക്കുകളിൽ അലിയും. ന്യൂസ് ഡെസ്ക് വെട്ടം ന്യൂസ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.